ബഹുമാനപ്പെട്ട KCS പ്രസിഡന്റ്, അത് KCS എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മറ്റ് പോഷക സംഘടനകളുടെ ഭാരവാഹികളെ, എൻ്റെ ഷിക്കാഗോയിലെ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി പടിഞ്ഞാറേൽ കുടുംബത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും KCCNA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലുമുള്ള അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, വെൻ ഐ ഡെസ്പയർ, ഞാൻ നിരാശനാകുമ്പോൾ, ഐ റിമെമ്പർ ദാറ്റ് ഓൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി ദ വേ ഓഫ് ട്രൂത്ത് ആൻഡ് ലവ് ഹാവ് ഓൾവേസ് വൺ. സത്യവും സ്നേഹവും മാത്രമേ ചരിത്രത്തിലുടനീളം വിജയിച്ചിട്ടുള്ളൂ. There have been tyrants and murderers, and for a time they can seem invincible. സ്വേച്ഛാധിപതികളും കൊലയാളികളുമൊക്കെ കുറച്ചുനാൾ ഭരിച്ചിട്ടുണ്ടാവാം. അവർ ഭരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും അവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും ചിന്തിക്കുന്നുണ്ടാകാം. ബട്ട് ഇൻ ദ എൻഡ് ദേ ഓൾവേസ് ഫെൽ. അവസാനം എല്ലാവരും തന്നെ വീണിട്ടുണ്ട്. തിങ്ക് ഓഫ് ഇറ്റ് ഓൾവേസ്. KCS ഷിക്കാഗോയുടെ ഇന്നത്തെ പ്രവർത്തന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച് KCS എക്സിക്യൂട്ടീവിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഷിക്കാഗോയിലെ എല്ലാ ജ്ഞാനായ സഹോദരങ്ങൾക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. KCCNA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ അവസാനത്തെ പൊതുപരിപാടിയാണ്. അത് ഷിക്കാഗോയിൽ തന്നെ ആയതിൽ, നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ തറവാട്ടിൽ വെച്ചായതിൽ ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നു. ഷിക്കാഗോ എന്ന് കേൾക്കുമ്പോൾ നോർത്ത് അമേരിക്കയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള ജ്ഞാനായക്കാരിൽ പലവിധമായ ചിത്രങ്ങളാണ് വിരിഞ്ഞുണ്ടാവുക. ഗ്രൂപ്പ് കളികളുടെ ആസ്ഥാനം, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ള സ്ഥലം, ധാരാളം പൈസയുള്ളവർ, ഒരുമയില്ലാത്തൊരു കമ്മ്യൂണിറ്റി, കഴിഞ്ഞ 1-2 വർഷങ്ങളായി കേൾക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരുടെ സ്ഥലം, കൺവെൻഷൻ പോലും നടത്തിയെടുക്കുവാൻ പറ്റാത്ത സമൂഹം എന്നൊക്കെ കേൾക്കാറുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഷിക്കാഗോ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. എന്തെല്ലാം ഗ്രൂപ്പ് കളികളുണ്ടെങ്കിലും ഇന്ന് ജ്ഞാനായ സമുദായവും KCCNAയും അമേരിക്കയിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഷിക്കാഗോയിലെ സമുദായങ്ങളുടെ ആളും അർത്ഥവും കൊടുത്തുള്ള ത്യാഗത്തിൻ്റെയും സമുദായ സ്നേഹത്തിൻ്റെയും കഥകളുണ്ട്. ഓരോ KCCNA കൺവെൻഷൻ്റെ പിറകിലും ഷിക്കാഗോയിലെ നിങ്ങൾ ഓരോരുത്തരുടെയും കഠിനാധ്വാനവും സാമ്പത്തിക സഹായവും എന്നും വലുതായിരുന്നു. ഷിക്കാഗോയിൽ നിന്ന് എത്ര രജിസ്ട്രേഷൻ, എത്ര സ്പോൺസേഴ്സ്, എത്ര ഗ്രാൻഡ് സ്പോൺസേഴ്സ് എന്നൊക്കെ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. 1986 ഒരു റിസ്ക്രിപ്റ്റിലൂടെ ജ്ഞാനായക്കാർക്ക് സ്വന്തമായ തനതായ വ്യക്തിത്വം സൂക്ഷിക്കാൻ പറ്റുന്ന ഇടവകകൾ സാധ്യമല്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ പടവെട്ടി ഒറ്റയ്ക്ക് 18-20 കൊല്ലത്തോളം നിന്നവരാണ് ഷിക്കാഗോയിലെ ജ്ഞാനായക്കാർ. ഓർലാൻഡോ കൺവെൻഷനിലും ഈ കഴിഞ്ഞ കൺവെൻഷനിൽ ഒരു സമയത്ത് KCCNA ബാങ്ക്രപ്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ ഡോൺ വറി എന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് $50,000 റേസ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് ഷിക്കാഗോ. ആയതിനാൽ അമേരിക്കയിലെ സമുദായത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഷിക്കാഗോ എന്നും എല്ലാ അർത്ഥത്തിലും ജ്ഞാനായക്കാരുടെ തറവാട് തന്നെയാണ്. ഇനി എന്നും ആകുകയും വേണം. കാരണം നമുക്കറിയാം, പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്ന തറവാട്ടിലേക്കാണ്. അതുപോലെ ഈ സമുദായത്തിന് എന്നാവശ്യങ്ങൾ വന്നാലും ഓടിയെത്തുവാൻ ഈ ചെറിയ സമുദായത്തിൻ്റെ ആത്മാഭിമാനമായി ഷിക്കാഗോ ജ്ഞാനായ കമ്മ്യൂണിറ്റിയും KCSഉം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഷിക്കാഗോയിലെ ജ്ഞാനായ സഹോദരങ്ങളും ലോകമെമ്പാടുമുള്ള എൻ്റെ ജ്ഞാനായ സഹോദരങ്ങളും ചില സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമ്മുടെ അസോസിയേഷനുകളെയും KCCNAയെയും KCCNA കൺവെൻഷനുകളെയും സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റിയെയും ഒക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവപരിപാലനയിൽ 17 നൂറ്റാണ്ട് കാലം നിന്ന ഈ സമുദായത്തിന് അങ്ങനൊരു നഷ്ടം വരുവാൻ ദൈവം അനുവദിച്ചില്ല എന്നതാണ് സത്യം. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ദൈവം കരുത്ത് തന്നു. ഞങ്ങളുടെ ഈ ടേം തീരുന്നതിന് മുമ്പ് ഈ സമുദായത്തെയും നമ്മുടെ സ്വന്തമെന്ന് കരുതിയ പള്ളികളെയും മിഷനുകളെയും അസോസിയേഷനുകളെയും എല്ലാം തകർക്കാൻ ശ്രമിച്ചവരെ ദൈവം വെളിപ്പെടുത്തി തന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വേറൊരു മാജിക്. എന്തു വന്നാലും അമേരിക്കയിലെ സമുദായങ്ങൾക്കിടയിൽ ഒരുമയുണ്ടാകരുത് എന്ന് ചിലർ ആഗ്രഹിച്ചു. സമുദായങ്ങളെ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ചവരെയൊക്കെ അവരുടെ അപ്രീതിക്ക് പാത്രമാവുകയും വ്യക്തിപരമായും അല്ലാതെയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിയവരിൽ അൽമായരുണ്ട്, വൈദികരുണ്ട്.
ഈ കുബുദ്ധികളുടെ പ്രവർത്തനമാണ് കഴിഞ്ഞ 6-7 വർഷങ്ങളായി ഈ മനോഹരമായ സമുദായത്തിൻ്റെയും സമുദായാംഗങ്ങളുടെയും ഒരുമ തകർക്കുന്ന നിലയിൽ കൊണ്ടെത്തിച്ചത്. KCCനെയും അമേരിക്കയിൽ നമുക്ക് സേവനം ചെയ്യുന്ന ചില വൈദികരും ഒന്നിച്ചാഗ്രഹിച്ചതനുസരിച്ചാണ് കഴിഞ്ഞ വർഷം ലോസ് ആഞ്ചൽസിൽ ഒരു മീറ്റിംഗ് വെച്ചത്. എന്നാൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കാതിരിക്കുവാൻ, നടന്നാൽ തന്നെ സമുദായങ്ങൾ ഒന്നാകാതിരിക്കുവാൻ വേണ്ടി ശ്രമിച്ച കഥ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നിങ്ങൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു വിധത്തിലും ആ മീറ്റിങ്ങിനെ തകർക്കുവാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവരെടുത്ത അവസാനത്തെ അടവായിരുന്നു മീറ്റിങ്ങിന് ഒരാഴ്ച മുമ്പ് KCCNA പ്രസിഡന്റിന് ബഹുമാനപ്പെട്ട അങ്ങാടി പിതാവ് അയച്ച എഴുത്ത്. 2010 കൺവെൻഷനിൽ നോൺ കോഓപ്പറേഷൻ മാറിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കൺവെൻഷൻ എന്ന് വിളംബരം ചെയ്ത് എല്ലാ മീഡിയയിലും കൂടി അനൗൺസ് ചെയ്ത ആൾക്കാർ തന്നെ 2012 വന്നപ്പോൾ നോൺ കോഓപ്പറേഷൻ കാരണം നമ്മുടെ കൺവെൻഷനിൽ പങ്കെടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് ശരിക്കും ഒരു വിരോധാഭാസം. എനിക്കും സീറോ മലബാർ രൂപതയിലെ ക്രാനായക്കാട് റീജിയണൽ ഹെഡായിട്ടുള്ള VGക്ക് മാത്രം അയച്ച എഴുത്ത് മെയിൽ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബ്ലോഗുകളിലും പള്ളികളിലും പ്രചാരണമായി. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾ പരിശോധിച്ചാൽ വൈദികരെയും ഇവരാരും വിട്ടിട്ടില്ല. ആരൊക്കെ സമുദായങ്ങളെ ഒന്നിപ്പിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചോ ആ വൈദികരെല്ലാവരും തന്നെ ഇവരുടെ പീഡനത്തിന് പാത്രമായിട്ടുണ്ട്. ഫാദർ ബിൻസ് ചേത്തലിൽ, ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ, ഫാദർ സ്റ്റീഫൻ വെട്ടുവേലിൽ, ഫാദർ ജോസഫ് മണപ്പുറം എന്നിവരെല്ലാം ഇവരുടെ ക്രോധത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ളവരാണ്. ഇന്ന് ഈ സത്യങ്ങൾ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ കുതന്ത്രങ്ങളിൽ വീഴാതെ ഒറ്റക്കെട്ടായി സമുദായം മുന്നോട്ട് പോകണം. നമ്മുടെ യുവതലമുറയെ സമുദായത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടോടെ നിന്നേ മതിയാവും. അമേരിക്കയിലെ ക്നാനായക്കാരും അവരുടെ സ്വന്തമായ അസോസിയേഷനുകളും KCCനെയും ഒന്നും ഒരിക്കലും പള്ളികൾക്കോ മിഷനുകൾക്കോ എതിരായിരുന്നില്ല. ഈ അസോസിയേഷനുകളും മിഷനുകളുമൊക്കെയാണ് ക്നാനായക്കാരുടെ സ്വന്തമായ സഭാ സംവിധാനങ്ങൾ ഇവിടെ തുടങ്ങിയത്. ഇത് സമുദായത്തിനെതിരെ തുരങ്കം വയ്ക്കുന്ന മാന്യന്മാർ അമേരിക്ക കാണുന്നതിന് മുമ്പ് ഈ ക്നാനായക്കാർക്ക് സ്വന്തമായ സഭാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് വരെ സഭാ സംവിധാനങ്ങൾ വേണ്ടെന്ന് KCCനെയോ അസോസിയേഷനുകളോ പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രക്ഷുബ്ധമായ കാലങ്ങളിൽ 2004 ജോണിയങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന KCCNA പോലും പ്രമേയങ്ങൾ പാസ്സാക്കുമ്പോൾ വി വിൽ മെയിൻറ്റെയിൻ അവർ മിഷൻസ് എന്നാണ് നമ്മൾ പാസ്സാക്കിയിട്ടുള്ളത്. നമ്മളുടെ പള്ളികളും നമ്മുടെ മിഷനുകൾക്കെതിരെ KCCNA അസോസിയേഷനുകളോ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. എന്നാൽ ക്നാനായക്കാരുടെ സഭാ സംവിധാനങ്ങൾ ക്നാനായ തനിമ നിലനിർത്തുന്നതായിരിക്കണമെന്ന് KCCNA ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അസോസിയേഷനുകളും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത് ക്നാനായക്കാരുടെ പൊതുവികാരമായിരുന്നു. അതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്തുമാത്രം നമ്മളുടെ ഇടയിൽ ഡിവിഷനുകൾ ഉണ്ടായിരുന്നിട്ടും ഈ കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതിയുടെ ഓർഡറിന് ശേഷം പള്ളികളും അസോസിയേഷനുകളും ഒരുമിച്ച് ഇതിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കി. കാരണം സമുദായ സ്നേഹം എന്ന് പറയുന്നത് ക്നാനായക്കാരുടെ പൊതു സ്വത്താണ്. അത് ആരുടെയോ, ഒരു പള്ളിയുടെയോ ഒരു അസോസിയേഷൻ്റെയോ കുത്തകയല്ല. അസോസിയേഷനുകളും KCCന്റെയും സമുദായത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ തൻ്റെ ഇടത്തോടെ നിന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കാരണവന്മാർ ചോരയും നീരും നൽകി പടുത്തുയർത്തിയ സമുദായം ഇന്ന് ചരിത്രം മാത്രമാകുമായിരുന്നു. ഈ അവസരത്തിൽ മഹാത്മജിയുടെ ഒരു സെൻറ്റൻസ് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓൾ കോംപ്രമൈസ് ഈസ് ബേസ്ഡ് ഓൺ ഗിവ് ആൻഡ് ടേക്ക്. എല്ലാ വിട്ടുവീഴ്ചയ്ക്കകത്തും ആർക്കെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാകും. ബട്ട് ദർ ക്യാൻ ബി നോ ഗിവ് ആൻഡ് ടേക്ക് ഓൺ ഫണ്ടമെൻ്റൽസ്. അടിസ്ഥാന തത്വങ്ങളിൽ, അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാൻ പാടില്ല. എനി കോംപ്രമൈസ് ഓൺ ദ ഫണ്ടമെൻ്റൽസ് ഈസ് സറണ്ടർ. നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മൾ സറണ്ടർ ചെയ്യുന്നതിന് തുല്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൾ ഗിവ്, ഇറ്റ് ഈസ് ഓൾ ഗിവ് ബട്ട് നോട്ട് ടേക്ക്. ഈ സെൻറ്റൻസ് ഞാൻ ഈയിടയ്ക്ക് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു പോയത് 95 കുന്നശ്ശേരി പിതാവ് ഷിക്കാഗോ ആർച്ച് ഡയസിന് എഴുതിയ എഴുത്താണ്. ആ എഴുത്തിൽ കുന്നശ്ശേരി പിതാവ് ഈ സെൻറ്റൻസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വുഡ് റാദർ ക്ലോസ് ഡൗൺ ദ മിഷൻസ് ആൻഡ് കോൾ മൈ പ്രീസ് ബാക്ക് ദാൻ കോംപ്രമൈസ് ഓൺ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. അടിസ്ഥാന തത്വത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞ കുന്നശ്ശേരി പിതാവിനെ നമുക്ക് തീർച്ചയായിട്ടും ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം അതാണ് സത്യം. അടിസ്ഥാന പ്രമാണങ്ങളിൽ എന്നും കോംപ്രമൈസ് ചെയ്താലും നമ്മൾ എന്നത്തേക്കുമായിട്ട് ഇല്ലാതാകും. ഇത്തരുണത്തിൽ നമ്മുടെ സമുദായത്തിൻ്റെ ഭാവി എന്ത് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സമുദായത്തിലെ അസോസിയേഷനുകളും KCCNAയും സമുദായ തനിമ നിലനിർത്തുന്നവയായി എന്നും തുടരും. ഓർലാൻഡോ കൺവെൻഷനിൻ്റെ വിജയം കണ്ടതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ യുവതലമുറ സമുദായത്തിൻ്റെ ഭാവിയിൽ വളരെ തൽപരരാണ്. അവരിൽ ഈ സമുദായത്തിൻ്റെ ഭാവി സുരക്ഷിതമാണ്.
പിന്നെ പള്ളികളുടെയും മിഷനുകളുടെയും കാര്യം, അത് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, എ സ്മോൾ ബോഡി ഓഫ് ഡിറ്റർമിൻഡ് സ്പിരിറ്റ്സ് ഫയർഡ് ബൈ ആൻ അൺക്വെഞ്ചബിൾ ഫെയ്ത്ത് ഇൻ ദെയർ മിഷൻ ക്യാൻ ഓൾട്ടർ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഈ ഡിറ്റർമിനേഷനാണ്. നമുക്ക് നമ്മളുടെ മേൽ പൂർണ്ണ വിശ്വാസം വേണം. ഐ ആം കോൺഫിഡൻറ്റ് വി വിൽ മേക്ക് എ ഡിഫറൻസ്. ഷിക്കാഗോ സിറോ മലബാർ രൂപത അധികൃതർ ജ്ഞാനായ സമുദായത്തെ കബളിപ്പിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തെളിയിക്കേണ്ട ഒരു ദിവസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലീഗൽ മാറ്റേഴ്സ് ആയതിനാൽ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതുകൂടാതെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ജോർജ് ഏട്ടൻ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. നമുക്കിതിൽ വിജയിച്ചേ മതിയാവൂ. വി ഹാവ് നോ ഓപ്ഷൻസ്. ഇവിടെ വിജയിച്ചില്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലും ലോകം മുഴുവനും സമുദായ തനിമ നിലനിർത്തുന്ന സഭാ സംവിധാനങ്ങൾ നമുക്കില്ലാതാകും. 1700 പരം വർഷങ്ങൾ നിലനിന്ന ഈ കൊച്ചു സമുദായം എന്നും നിലനിൽക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും സമയം ഈ സമുദായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയില്ലായിരുന്നു. നിങ്ങൾക്കും ആ വിശ്വാസമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾ ഞാൻ ഈ സമുദായത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. 6 വർഷം നാഷണൽ കൗൺസിലും 4 വർഷം റിലീജിയസ് അഫയേഴ്സ് കമ്മിറ്റി, എക്ലേഷ്യാസിക്കൽ എൻഹാൻസ്മെന്റ് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളുമായി പ്രവർത്തിച്ചിരുന്നു. ധാരാളം അപവാദങ്ങൾ എന്നെപ്പറ്റി ബ്ലോഗുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളെയും ഭാര്യയെപ്പോലും വെറുതെ വിട്ടിട്ടില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെനിക്കൊരു സങ്കടവുമില്ല. 10 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു പ്രാവശ്യം പോലും എൻ്റെ സമുദായത്തെ തള്ളിപ്പറയേണ്ട ഗതികേട് എനിക്ക് ജഗദീശ്വരൻ ഉണ്ടാക്കിയിട്ടില്ല. സെക്രട്ടറി ആയിരുന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചെങ്കിൽ, പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൂട്ടത്തിലുള്ളവരെ ഒന്നിച്ചു നിർത്തി പ്രതിബന്ധങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്യുവാൻ പഠിച്ചു. വീണ്ടുമുണ്ട് എനിക്ക് ധാരാളം നേട്ടങ്ങൾ. ലോകത്തിൽ എവിടെയും ക്രാനായ സുഹൃത്തുക്കൾ. ക്രാനായക്കാരുള്ള ഏത് സിറ്റികളിൽ പോയാലും ഒരു ഹോട്ടലിൽ താമസിക്കേണ്ട ആവശ്യം എനിക്കിന്നില്ല. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ കുറച്ചൊക്കെ കാനൻ ലോയും പഠിച്ചു. എന്നാൽ ഈ 10 വർഷത്തിനിടയിൽ സമുദായാംഗങ്ങളുടെയോ സംഘടനകളുടെയോ ഒരു സെന്റ് പോലും ഞാൻ കൈപ്പറ്റിയിട്ടുമില്ല. എന്നാൽ ആകുന്ന പോലെ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ KCCയുടെ പണം ദുരുപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ധാരാളം ബ്ലോഗുകൾ വന്നതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ ട്രഷറർമാരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഇവിടെ മഹാത്മജി പറഞ്ഞ വേറൊരു വാചകം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. When you challenge things, first they ignore you, then they laugh at you, then they fight you, then you win. ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോയതാണ്. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലനിന്നാൽ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടിയും വരും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക, ശാശ്വത വിജയം എന്നും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാത്രമായിരിക്കും. നോർത്ത് അമേരിക്കയിലെ എൻ്റെ ക്നാനായ സഹോദരങ്ങളെ 24 മാസങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പടിയിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചോ എന്നറിയില്ല. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ ചെയ്യുവാൻ സാധിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പല പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയതിനാൽ പ്ലാൻ ചെയ്തതെല്ലാം ഒരുപക്ഷെ സാധിച്ചിരിക്കില്ല. അതിന് നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു. ഒരു കാര്യം എനിക്ക് തറപ്പിച്ചു പറയുവാൻ സാധിക്കും. പല പാനലുകളിൽ നിന്നൊക്കെ ജയിച്ചു വന്നവരാണെങ്കിലും എനിക്കുണ്ടായിരുന്നത് എപ്പോഴും സമുദായ നന്മയും സംഘടനയുടെ കെട്ടുറപ്പും മാത്രം മുൻപിൽ നിർത്തിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, നിമ്മി തുരുത്തുവേലിലും അതുപോലെ തന്നെ ഷിജു ചെറിയത്തിലുമൊക്കെ ഞങ്ങളെല്ലാവരും ഇന്നുവരെ ഞങ്ങൾ പബ്ലിക്കലി ഒരു കാര്യം പോലും ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ സമുദായത്തിൻ്റെ പൊതുനന്മ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളിലെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ്, അത് നിങ്ങൾക്കറിയാം, പലപ്പോഴും നാഷണൽ കൗൺസിൽ മീറ്റിങ്ങുകളിൽ ഒരു കോറം തികയണമെങ്കിൽ ഷിക്കാഗോയിൽ നിന്നുള്ള നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് വേണം. ഏറ്റവും കൂടുതൽ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനെ എല്ലാ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങുകളിലും പങ്കെടുപ്പിക്കുന്ന ഒരു അസോസിയേഷൻ ഷിക്കാഗോയാണ്. ഈ ഒരുമ കമ്മ്യൂണിറ്റിയിലുള്ള നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിലും ഉണ്ടായിരുന്ന ഈ ഒരുമയാണ് ഇന്ന് ഈ സമുദായത്തെയും ഈ സംഘടനയെയും പിടിച്ചു നിർത്തിയത്. അതുപോലെ തന്നെ ഷിക്കാഗോയിൽ നിന്ന് കൺവെൻഷൻ മാറിയതിനെക്കുറിച്ച് ധാരാളം റൂമറുകൾ നമ്മളിവിടെ കേൾക്കാറുണ്ട്. എന്നാൽ എനിക്കറിയാവുന്നൊരു വസ്തുത നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിറിയ കോവക്കാട്ടിലെ നേതൃത്വത്തിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തൻ്റെ ഇടത്തെ ഷിക്കാഗോയിലെ ക്നാനായക്കാരും അമേരിക്കയിലെ ക്നാനായക്കാരും തീർച്ചയായിട്ടും അറിയണം. കാരണം
ഏത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ചിന്തിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് അവർ നേരിട്ടത്. എന്നാൽ വെറും ഒരു ദുരഭിമാനത്തിൻ്റെ പേരിൽ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകാതെ തൻ്റെ ഇടത്തോടെ കൺവെൻഷൻ്റെയും KCCNയുടെയും നന്മയ്ക്ക് ഷിക്കാഗോയിൽ ഒരു യൂണിറ്റി ഇല്ലാതെ കൺവെൻഷൻ നടത്തുന്നത് ബുദ്ധിയല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് കഴിഞ്ഞ KCS എക്സിക്യൂട്ടീവ്. ബിനു പൂത്രയൊക്കെ ഒരു പ്രാവശ്യം എൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീർ പൊഴിച്ചത് ഇതിന് പേരിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ആ തൻ്റെ ഇടത്തിൻ്റെ ഫലമാണ് ഭംഗിയായി നടന്ന ഓർലാൻഡോ കൺവെൻഷൻ. കഴിഞ്ഞ KCS എക്സിക്യൂട്ടീവിനെ ആത്മാർത്ഥമായി നിങ്ങൾ അഭിനന്ദിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി അപ്രീസിയേഷൻ അർഹിക്കുന്നവരാണ് നിങ്ങളുടെ സ്വന്തം വിപിൻ ചാലിങ്കൽ, റോണി പുത്തൻപറമ്പിൽ, ജെയ്ക്ക് നേടിയകാല, ടിമ്മി ഇടിയാൽ. അതുപോലെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത ന്യൂയോർക്കിലുള്ള ഞങ്ങളുടെ മോഹൻ, KCYLNയുടെ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന അനീഷിൻ്റെ സഹപ്രവർത്തകരും. ഒരിക്കലും നടക്കാത്ത വിധത്തിൽ 3 യൂത്ത് ഇവൻറ്റ്സ് അവർ ഒന്നിച്ച് നടത്തിയെടുത്തു. 3ഉം ഒരു ഇൻസിഡൻറ്റ് പോലും കൂടാതെ നടന്നു. നിങ്ങൾ അവരെയും അഭിനന്ദിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ വിമൻസ് ഫോറം, KCCNA കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ നടത്തിയത് വിമൻസ് ഫോറമാണ്. ഒരുപക്ഷെ വള്ളംകളി മാത്രം അതിനൊരു അപവാദമായിരിക്കും. ഗ്രേസി ആൻറ്റി, പ്രതിഭ, ഇവരെല്ലാവരും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം അവർ വിമൻസ് ഫോറത്തെ നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, വിമൻസ് ഫോറത്തിൽ ഇനി ഒരിക്കലും ഇലക്ഷൻ ഉണ്ടാകാത്ത വിധത്തിൽ അവർ ഭംഗിയായി കോൺസ്റ്റിറ്റ്യൂഷൻ റിവൈസ് ചെയ്യുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി അവരിൽ കാണുന്ന നേട്ടം. അതായത് നമ്മളെ കൊണ്ട് സാധിക്കാത്തത് അവർ നേടിയെടുത്തു, ആണുങ്ങളെ കൊണ്ട് സാധിക്കാത്തത് പെണ്ണുങ്ങൾ നേടിയെടുത്തു. അതുപോലെ തന്നെ ജോസ് ഉപ്പൂട്ടിൽ നേതൃത്വം കൊടുക്കുന്ന താമ്പ അസോസിയേഷനും ജെയിംസ് സില്ലിക്കലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇത്രയും റിസ്ക് എടുത്ത് KCCNAയുടെയും നമ്മുടെ സമുദായത്തിൻ്റെ അഭിമാനം അവർ കാത്തു. KCCNയോട് ചേർന്ന് നിന്ന് ധാരാളം വൈദികരുണ്ട് ഇവിടെ. അവരുടെ ഉപദേശങ്ങളും കൺവെൻഷനിലുള്ള പ്രസൻസും ഈ കമ്മ്യൂണിറ്റി എന്നും സ്നേഹത്തോടു കൂടി മാത്രമേ ഓർക്കുകയുള്ളൂ. ഫൈനലി ഒരാളെ കൂടി എനിക്ക് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം നിങ്ങൾ പയ്യടയ്ക്ക് പലപ്പോഴും ബ്ലോഗുകളിൽ കണ്ടു കാണും. അത് മറ്റാരുമല്ല, ചക്കാലപ്പടവിൽ ലൂക്കാച്ചൻ ചേട്ടൻ. അത് കാരണം വേറൊന്നുമല്ല. കാരണം നമ്മൾ ഈ 1986 റിസ്ക്രിപ്റ്റിൻ്റെ പേരിൽ ഡിസംബർ 20 വന്ന ഓർഡറിൽ നമ്മൾ അതിനെതിരെ ലീഗലി മൂവ് ചെയ്തപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് നമ്മളെ ക്നാനായ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു ആർഗ്യുമെൻറ്റിന് വിഘാതം തട്ടുന്ന ഒരു പ്രമേയം പള്ളിയിൽ കുർബാനക്കിടയ്ക്ക് പാസ്സാക്കാൻ ശ്രമിച്ചപ്പോൾ കുർബാനക്കിടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ആ പാസ്സാക്കുന്നതിനെ എതിർത്തതാണ് ലൂക്കാച്ചൻ ചേട്ടൻ. അതുപോലെയുള്ള സാധാരണ ക്നാനായക്കാരാണ് ഈ സമുദായത്തെ ഇന്നും എന്നും നിലനിർത്തിക്കൊണ്ടിരുന്നത്. ഇനി മുമ്പോട്ടും അവരെ പോലെയുള്ളവരുടെ സഹായം ഈ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അവരെ പോലെയുള്ള ആൾക്കാരില്ലായിരുന്നുവെങ്കിൽ ഇന്ന് KCCNA നടത്തുന്ന എന്ത് ലീഗൽ മൂവിനും അന്നോടെ തീർന്നേനെ. അതിൻ്റെ കൂടെ തന്നെ അന്ന് അറ്റ്ലാന്റയിൽ പാസ്സാക്കാതിരുന്ന അതേ പ്രമേയം ഷിക്കാഗോയിൽ സെൻറ് മേരീസിലെ പാരീഷ് കൗൺസിലും പാസ്സാക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളത് സമുദായത്തിൻ്റെ നേട്ടമാണ്. അതോടെ ആ പ്രമേയങ്ങൾ എല്ലായിടത്തും തന്നെ ഇല്ലാതാവുകയായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ നമ്മൾ തലകുനിച്ചേ മതിയാവും. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ ഉത്തരവാദിത്വമുള്ള 2 വർഷങ്ങളാണ് പുതിയ KCS നേതൃത്വത്തിന് മുൻപിലുള്ളത്. സമുദായ സ്നേഹത്തിൽ ഊന്നി സത്യസന്ധതയോടെ സമുദായങ്ങളെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യുവതലമുറയ്ക്ക് ഗുണം ചെയ്യുന്നതും അവരെ നമ്മോട് ചേർത്ത് നിർത്തുന്നതുമായ പല പരിപാടികളും ആവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ KCSൻ്റെ ചിരകാല അഭിലാഷമായ ഷിക്കാഗോയിലെ ക്നാനായക്കാരുടെ മാത്രം സ്വന്തമായ ഒരു മൾട്ടിപർപ്പസ് കമ്മ്യൂണിറ്റി സെൻറ്റർ നിങ്ങളുടെ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അടുത്ത 2 വർഷത്തെ പ്രവർത്തന പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്കൊരുമിച്ച്